ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 25-ാം നോമ്പിന്റെ 3-ാം ദിവസത്തിലേക്ക് നാം അടുത്തു വരുമ്പോൾ അല്പനേരത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 42-ഉം 43-ഉം വാക്യങ്ങൾ. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി? ലോകത്തിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിനായി ചില ജീവിതങ്ങൾ വെറുമയാക്കപ്പെട്ടിട്ടുണ്ട്. സ്വമേധയാ കയ്പിന്റെ കാസ എടുക്കുവാൻ തയ്യാറായ ചില ജീവിതങ്ങൾ. ഇരുട്ടിലിരിക്കുന്ന ജനം പ്രകാശം കാണേണ്ടതിന് സ്വയം എരിഞ്ഞ് പ്രകാശിക്കുവാൻ മനസ്സ് കാട്ടിയവർ. ജോസഫ്, മറിയ, രാജാവിന്റെ കൽപ്പന പ്രകാരം യേശുവിന് പകരമായി കൊല്ലപ്പെട്ട അനേക ശിശുക്കൾ, ഉയർന്ന നിലവിളികൾ, കവിഞ്ഞൊഴുകിയ കണ്ണുനീരുകൾ, അതെ, ചില നോവുകളെ ധ്യാനിക്കുന്ന നിമിഷങ്ങൾ. ഇന്നത്തെ വേദഭാഗത്ത് നാം ചിന്തിക്കുന്നത് 2 സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചാണ്. 1 എലിശബത്തും, 2 കന്യാമറിയാമും. എലിശബത്തിനെ കാണുവാൻ മറിയ ബന്ധപ്പെട്ട് തന്റെ വേദനകളും നിരാശകളും ആകുല ചിന്തകളും എല്ലാം സഹിച്ച് ഒറ്റയ്ക്ക് പുറപ്പെടുന്നു. ഈ കണ്ടുമുട്ടൽ ഒരു അനുഗ്രഹമായി മാറുന്നു. ഇന്ന് കൂടിച്ചേരലുകൾ ജീവനെടുക്കുവാനും ലോകത്തിന്റെ കറകളുടെ അളവ് കൂട്ടുവാനും വ്യാപിച്ചിരിക്കുന്ന അന്ധകാരത്തെ വ്യാപിപ്പിക്കുവാനുമായി മാറുമ്പോൾ ഈ കൂടിവരവ് ഒരനുഗ്രഹമായി മാറുന്നു. അങ്ങനെയെങ്കിൽ ഈ കൂടിവരവിൽ, കൂട്ടായ്മയിൽ വിളങ്ങിയ പ്രകാശമായ അനുഭവങ്ങളെ നമുക്ക് ധ്യാനിക്കാം. എങ്ങനെയാണ് ഈ കൂട്ടായ്മ അനുഗ്രഹമായി മാറിയത്? എന്താണ് കാരണം? ഒന്നാമതായി, സഹനങ്ങളിൽ വേരൂന്നി വിരിഞ്ഞ നർമ്മണം തുളുമ്പുന്ന പുഷ്പങ്ങൾ, അഥവാ വറുതിയിൽ വാടിപ്പോകാത്ത ജീവിതങ്ങൾ. ആത്മവിനയവും സ്വാഭിമാനവും ദൈവവിശ്വാസത്തിലുള്ള കരുത്ത് ആർജിച്ചവർക്ക് മാത്രമേ പരസ്പരം അംഗീകരിക്കുവാൻ കഴിയുകയുള്ളൂ. ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ചവർ, സഹനം സഹിച്ച് കാണുവാനായി പുറപ്പെടുന്ന മറിയ. എലിശബത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയ നന്മ അത് നേരിട്ട് കാണുവാനും ആ സന്തോഷത്തിൽ പങ്കിടുവാനുമായി ഇരുവരും കൂടിച്ചേരുന്നു. ഒരുപക്ഷെ ഒരു കുഞ്ഞില്ലാത്ത വേദന അനേക നാളുകളായി പേറുന്നവളാണ് എലിശബത്ത്. മറിയയ്ക്ക് അത് നന്നായി അറിയാം. എന്നാൽ ഇപ്പോൾ എലിശബത്തിനുണ്ടായ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് ഇരുവരും. 2 പേരും ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന നിമിഷം. മറിയ വിവാഹത്തിന് മുമ്പ് തന്നെ ഗർഭവതിയായി. അന്നത്തെ കാലഘട്ടത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വിധിക്കപ്പെടുന്ന തെറ്റ് ചെയ്യപ്പെടുന്നു എന്ന് സമൂഹം കൽപ്പിച്ചവൾ. ആരും അറിയാതെ ഒളിച്ച് പാർക്കുവാൻ ജീവിതം വിധിക്കപ്പെട്ടവൾ. എന്നാൽ ഇവരുടെ കൂട്ടായ്മകൾ പരസ്പരം ആശ്വാസത്തിനും അനുഗ്രഹത്തിനും ഇടയായിത്തീരുന്നു. രണ്ടാമതായി, ദൈവിക സംസാരങ്ങളിൽ കാതോർക്കുവാൻ താല്പര്യം കാണിച്ചവർ. പരസ്പരം കൂടിച്ചേരുമ്പോൾ കുറ്റവും അസൂയയും കൊണ്ട് പറയാവുന്ന നിമിഷങ്ങൾ. ഇവിടെ ഇരുവരും അവരുടെ സംസാരങ്ങൾ മുഴുവൻ ദൈവത്തെക്കുറിച്ചും ദൈവിക പദ്ധതികളെക്കുറിച്ചുമായിരുന്നു. എലിസബത്ത് തന്റെ ഇളം തലമുറക്കാരിയായ മറിയത്തിന്റെ വിവാഹപൂർവ്വ ഗർഭാവസ്ഥയെ കാരുണ്യപൂർവ്വം സ്വീകരിക്കുന്നു. പല വിധത്തിലുള്ള സിൻഡ്രോം ബാധിച്ച അമ്മായിമാരുള്ള സദാചാര വേട്ടയാടലിൽ നിന്നും രക്ഷ തേടിയെത്തിയ മറിയത്തിന് എലിസബത്ത് അഭയം നൽകുന്നു. ഇന്ന് പല സിൻഡ്രോമുകൾ ബാധിച്ച നമുക്കും പരസ്പരം അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന ഈ കൂടിവരവ് നമ്മെ അസ്വസ്ഥപ്പെടുത്തണം, നമ്മെ വെല്ലുവിളിക്കണം. വിളിക്കപ്പെട്ട സമൂഹം എന്ന നിലയിൽ ലോകത്തിന്റെ പ്രത്യാശയായി തീരുവാൻ നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. താഴ്ന്നവർക്ക് പ്രത്യാശയുടെയും അധസ്ഥിതർക്ക് നീതിയുടെയും ലോകത്തിന് പുതുജീവന്റെയും വിത്തുകൾ വിതയ്ക്കുന്നതിനുള്ള പാത്രങ്ങളാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അവിവാഹിതയായ ഒരു കൗമാരക്കാരിയും ആർത്തവ വിരാമം കഴിഞ്ഞ ഒരു സ്ത്രീയും. അവരുടെ നിയോഗത്തിലൂടെ വെളിപ്പെടുന്നത് വന്യരും കഴിവില്ലാത്തവരും ബലഹീനരുമായി ലോകം കണക്കാക്കുന്നവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുവെന്നാണ്. അവരിൽ ദൈവത്തിന്റെ പ്രീതി പ്രഖ്യാപിക്കുകയും ഭൂമിയിൽ ദൈവിക നീതിയുടെയും സ്നേഹത്തിന്റെയും ഒരു പുതിയ കാലയളവിന് ജന്മം നൽകാൻ അവരെ ക്ഷണിക്കുകയും ചെയ്യുന്ന ദൈവവിളി നമ്മുടെ കാതുകളിലും മുഴങ്ങട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിരും തീരവുമില്ലാത്ത നിത്യസ്നേഹത്തിന് ഉറവിടമായ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ സാന്നിധ്യം
ബലഹീനതയിലിരിക്കുന്നവർക്ക് ബലമായി തീരുവാൻ, ഞങ്ങളുടെ വാക്കുകൾ ഹൃദയം നുറുങ്ങിയവർക്ക് ആശ്വാസമായി തീരുവാൻ, ഞങ്ങളുടെ ഇടപെടലുകൾ ഇരുളേറിയ ജീവിതാനുഭവങ്ങളെ പ്രകാശപൂരിതമാക്കി മാറ്റുവാൻ, നന്മയുടെ, പ്രത്യാശയുടെ, സമാധാനത്തിൻ്റെ വാഹകരായി തീരുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ പാകപ്പെടുത്തണമേ. ആമീൻ.